കേരളത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയമായ വാഹനങ്ങളിലൊന്നാണ് മഹീന്ദ്രയുടെ ജീപ്പ്. 1945 മുതലാണ് ജീപ്പുകൾ ഇറങ്ങാൻ തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള CJ3B എന്ന് പറയുന്ന ജീപ്പിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ മോഡലാണ് മഹീന്ദ്രയുടെ മേജർ. ഈ CJ3B എന്ന് പറഞ്ഞ മോഡൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഒരുപാട് കമ്പനികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്ത്യയിൽ നിന്നുള്ള മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറഞ്ഞ കമ്പനി ഒന്ന്, പിന്നെ ജപ്പാനിൽ നിന്നുള്ള മിത്സുബിഷി കമ്പനി ഇന്ത്യയിൽ ജീപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിലെ മിത്സുബിഷി കമ്പനി 1998 വരെ മാത്രമേ ഉൽപ്പാദനം നടത്തിയിട്ടുള്ളൂ. എന്നാൽ അതേസമയം 2010 ഒക്ടോബർ മാസം വരെ മഹീന്ദ്ര മേജർ എന്ന് പറയുന്ന മോഡലിൽ ജീപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടായിരുന്നു. CJ3B അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പതിപ്പാണ് മഹീന്ദ്രയുടെ മേജർ ജീപ്പ്. അപ്പോൾ അത് 2003 മുതൽ 2010 ഒക്ടോബർ വരെയാണ് അതിന് നിർമ്മാണം ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ മലയോര പ്രദേശങ്ങളിൽ എല്ലാ ആവശ്യങ്ങൾക്കും യാത്രയ്ക്കായിക്കോട്ടെ, സാധനങ്ങൾ കൊണ്ടുപോകാൻ, അങ്ങനെ വഴികളിലോടത്തൂടെയോ ഇല്ലാത്തോടത്തൂടെയോ തോട്ടിലും പുഴയിലും അങ്ങനെ ഏത് ഒരു ദുർഘട സാഹചര്യത്തിൽ കൂടെ ഓടിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അവരുടെ യാത്രയ്ക്കും ദൈനംദിന ആവശ്യങ്ങൾക്കുമായിട്ട് ആശ്രയിച്ചു കൊണ്ടിരുന്ന ഒരു വാഹനമാണ്. ആ നിലയിൽ വളരെ ജനപ്രിയമായൊരു വാഹനമായിട്ടാണ് നമ്മൾ ജീപ്പിനെ കാണുന്നത്. ഇത് ഒറിജിനൽ ജീപ്പിനോടൊരു സാദൃശ്യം ഉള്ളതുകൊണ്ടാണ് പല കമ്പനികൾ ഇറക്കിയിട്ടും പല മോഡലിൽ ഇറക്കിയിട്ടും മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ഇതിന് ജീപ്പ് എന്ന് തന്നെയാണ് കോമൺ ആയിട്ട് വിളിക്കുന്നത്. പക്ഷേ ഇത് CL 500, MDI, MD, DI ഇങ്ങനെ പല വേരിയൻറ്റുകളായിട്ടാണ് ഈ വണ്ടികളൊക്കെ ഇറങ്ങിയിട്ടുള്ളത്. ജീപ്പ് ശരിക്കൊരു കോമ്പാക്റ്റ് SUV ഗണത്തിൽ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഇതിന് സോഫ്റ്റ് ടോപ്പ് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ 2 വീൽ ഡ്രൈവ്, 4 വീൽ ഡ്രൈവ് അങ്ങനെ 2 വേരിയൻറ്റുകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇന്ത്യയിൽ ജീപ്പുകൾ നിർമ്മിക്കാനുള്ള അവകാശം 1947 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന കമ്പനി സ്വന്തമാക്കുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അവർ ജീപ്പിൻ്റെ ഉൽപ്പാദനം പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല. കാരണം 2010 വരെ CJ3B എന്ന് പറഞ്ഞ മോഡലിൻ്റെ അതേ ഒരു കാറ്റഗറിയിൽ തന്നെ ഒരു വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ അവസാന പതിപ്പായിരുന്നു നമ്മൾ പറഞ്ഞ മഹീന്ദ്രയുടെ മേജർ ജീപ്പ്. അപ്പോൾ ഇതിന് ശേഷം അവർ താറിലേക്ക് മാറിയപ്പോഴും അതിൻ്റെയും ഒരു ശരിയായ ബേസ് എന്ന് പറയുന്നത് ഈ CJ3B തന്നെയാണ്. 1975 500D എന്ന് പറയുന്ന ഡീസൽ വേരിയൻറ്റ് മഹീന്ദ്ര ഇറക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഒരു 30 വർഷത്തേക്ക് ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ഉള്ളൊരു വാഹനമായിട്ട് ഈ മഹീന്ദ്രയുടെ ഡീസൽ എഞ്ചിനുള്ള ജീപ്പുകൾ ഇന്ത്യയിലെ വിപണി തന്നെ കീഴടക്കി. അതിനുശേഷം മേജറായി 2010 അതിൻ്റെ ഉൽപ്പാദനം അവസാനിപ്പിച്ചു. മഹീന്ദ്ര കമ്പനി ഈ മേജർ എന്ന് പറയുന്നൊരു വേരിയൻറ്റ് ഇറക്കുന്ന സമയത്ത് അത് മുമ്പുണ്ടായിരുന്ന മോഡലിനും ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരുത്തിയിട്ടായിരുന്നു ആ ജീപ്പ് ഇറക്കിയത്. അതിൽ പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് ടർബോ ചാർജർ എൻജിൻ വന്നത് 2005 ശേഷമാണ്. അതുപോലെ തന്നെ ഡോറ് ഓപ്പൺ ചെയ്യുന്നത് ആദ്യം ഇടതുഭാഗത്തേക്കായിരുന്നു ഇതിൻ്റെ ബാക്കിലെ ഡോറ് തുറക്കുന്നത്. പിന്നീട് ഇത് വലതുഭാഗത്തേക്ക് തുറക്കുന്ന രീതിയിലാക്കി. സ്റ്റിയറിങ്ങിൻ്റെ സ്പോക്ക് 2 നേരത്തെ ഉണ്ടായിരുന്നത്, പിന്നീട് ഇത് 3 അതുപോലെ ചെറിയ ഡാഷ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലാസിൻ്റെ ഫ്രെയിം കുറച്ചുകൂടി വീതിയുള്ള ഫ്രെയിമാണ്. അതുപോലെ 4 വീൽ ഡ്രൈവ് വാഹനങ്ങൾക്ക് ഓപ്പൺ ഗ്ലാസും 2 വീൽ ഡ്രൈവിന് ഓപ്പൺ ചെയ്യാത്ത മോഡൽ ഗ്ലാസ്സുമായിരുന്നു ഇറങ്ങുന്നത്. ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഓഫ് റോഡിലും ഓൺ റോഡിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി ഈ മേജറിന് കഴിയുമായിരുന്നു. അതുപോലെ ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കാണ് വന്നത്. എന്തായാലും വളരെ മികച്ച ഒരു മോഡലായിട്ടാണ് മേജർ അവതരിപ്പിച്ചത്.